കുറെ നാളുകളായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത പേരാണ് ഡി മണി എന്നുള്ളത്. തിരുവനന്തപുരത്തെത്തി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ SITയുടെ കണ്ടെത്തൽ എന്താണ് എന്ന് വെച്ചാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെയും SIT തള്ളി. തമിഴ്നാട്ടിലടക്കം നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങളും ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. പ്രവാസി വ്യവസായി ഡി മണിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും രമേശ് ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘം തമിഴ്നാട്ടിലെ ഡി മണി റാക്കറ്റുമായി ബന്ധമുണ്ട് എന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലാണ് SIT അന്വേഷിച്ച് തള്ളിയിരിക്കുന്നത്. ഡിണ്ടിഗലിലെത്തി ഡി മണിയെ കണ്ടെത്തി. അതിനുശേഷം ഡി മണിയെ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു. മൊബൈൽ രേഖകളൊക്കെ പരിശോധിച്ചു. അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഡി മണിക്കും യാതൊരു ബന്ധവുമില്ല, ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നതായി തെളിവുകളൊന്നുമില്ല എന്ന റിപ്പോർട്ട് SIT ഹൈക്കോടതിയിലടക്കം കൈമാറിയിരിക്കുന്നത്. ഇനി അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല പറയുന്നത് ഒരു പ്രവാസി വ്യവസായിയാണ് ഇതേക്കുറിച്ച് തന്നോട് വെളിപ്പെടുത്തിയത് എന്നതാണ്. തൻ്റെ കയ്യിൽ മറ്റ് തെളിവുകളില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇനി എന്തായാലും രമേശ് ചെന്നിത്തല തന്നെയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വിടേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ആ പ്രവാസി വ്യവസായിയാണ് കൂടുതൽ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വ്യക്തമാക്കേണ്ടത്. എന്തായാലും SIT ഡി മണിക്ക് ക്ലീൻ ചീറ്റ് നൽകിയെന്ന വാർത്ത പുറത്തു വന്ന ശേഷം രമേശ് ചെന്നിത്തല പറയുന്നത് ഇതിൽ CBI അന്വേഷണം നടക്കട്ടെ എന്നതാണ്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു, അദ്ദേഹം ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിരുന്നു. അതിനെപ്പറ്റി ഒന്ന് ശരിയായ അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. SITയുടെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്തർദേശീയ തലങ്ങളിൽ ബന്ധമുള്ളൊരു കേസായി ഇത് മാറുകയാണ്. അതുകൊണ്ട് കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം കൊണ്ട് വസ്തുതകൾ കൂടുതൽ പുറത്തു വരികയും. എന്തായാലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് രമേശ് ചെന്നിത്തല അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ രാഷ്ട്രീയ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇനി എന്തായാലും അതിൽ കഴമ്പില്ല എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ SITയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങളുണ്ട് എങ്കിൽ രമേശ് ചെന്നിത്തലയും മറ്റുള്ളവരുമാണ് ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ആ തെളിവുകൾ സഹിതം കൊണ്ടുവരേണ്ടത്. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.